നമുക്കിന്നൊരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ആയാലോ? ബാ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നല്ലൊരു ഫേസ് വാഷ് വേണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡോക്ടർ ഷെറ്റ്സിൻ്റെ നീം ആൻഡ് സാലിസിലിക് ഫേസ് വാഷ് ആണ്. നിങ്ങൾ കേൾക്കുന്ന ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, അതായത് നമ്മൾ എന്തിനാ രാവിലെ എഴുന്നേറ്റ് മോൻ കഴുകേണ്ട ആവശ്യം, കാരണം നമ്മൾ തലേന്ന് കുളിച്ചിട്ടോ അല്ലെങ്കിൽ മോൻ കഴുകിയിട്ടാണല്ലോ കിടക്കുന്നതെന്നുള്ളത്. അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കിടക്കാൻ നേരത്ത് നമ്മുടെ സ്കിൻ ഒരു സീബം എന്നുള്ളൊരു ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെറുതായിട്ട് വേർക്കുകയും ചെയ്യും രാത്രി. അപ്പോൾ അതിൻ്റെ അക്യുമുലേറ്റഡ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ രാവിലെ അത് കഴുകി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ബിൽഡപ്പ് ആയിരുന്നിരുന്നിരുന്ന് അത് ആക്നെ ആയിട്ട് വരും. അതിന് വേണ്ടിയാണ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഓൾവേസ് യൂസ് ദ അപ്വേർഡ് മൂവ്മെൻറ്റ്സ്. കാരണം നമ്മൾ താഴത്തേക്ക് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ സാഗിങ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ല രീതിയിൽ മുഖം കഴുകിയതിന് ശേഷം നമ്മൾ ടാപ്പ് വാട്ടർ യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. ഞാൻ പൊതുവേ മോയ്സ്ചറൈസറിനെ പറ്റി കേട്ടിട്ടുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അതായത് എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്നെ പ്രോൺ ആക്കും എന്നുള്ളത്. ബട്ട് ദ തിങ്സ് ദാറ്റ് ഇസ് നോട്ട് ട്രൂ. കാരണം നമ്മളാണെന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിയാൻ നേരത്ത് നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ട് പോകും ഒബ്വിയസ്ലി. അത് കൂടാതെ തന്നെ നമ്മുടെ എസെൻഷ്യൽ ഓയിൽസ് എല്ലാം കൂടെ പോകും. സോ വാട്ട് വി നീഡ് ടു ഡു ഇസ് ദാറ്റ് വി ഷുഡ് റീപ്ലനിഷ് അവർ സ്കിൻ. So the truth is that the moisturizer is very much important no matter the skin type. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മോയ്സ്ചറൈസർ എന്ന് വെച്ചാൽ ഗ്യാബിറ്റിൻ്റെ സെറമൈഡ് ആൻഡ് ഹൈലൂറോണിക് ഫേസ് മോയ്സ്ചറൈസർ ആണ്. ഇവിടെയും നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന നേരത്തും അപ്വേർഡ് മൂവ്മെൻറ്റ്സ് മാത്രം യൂസ് ചെയ്യുക, കാരണം ഇല്ലെങ്കിൽ സാഗിങ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫേസിന് മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം നെക്ക് മിസ് ഔട്ട് ചെയ്യല്ലേ. നെക്കും ഇസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അപ്പം നെക്കും കൂടെ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. സത്യം പറഞ്ഞാൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യേണ്ടതാണ് സൺസ്ക്രീൻ. പക്ഷേ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി സൺസ്ക്രീൻ എടുത്ത് നോക്കിയപ്പോഴാണ് സൺസ്ക്രീൻ തീർന്നതായിട്ട് കണ്ടത്. സോ നെവർ ബി ലൈക്ക് മീ. സൺസ്ക്രീൻ തീർന്നതിന് മുമ്പ് എല്ലാം ഓർഡർ ചെയ്ത് വെക്കുക. പുറത്ത് പോകുന്നതിന് മുമ്പ് സൺസ്ക്രീൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ പുറത്തത്തെ ഇതൊക്കെ അറിയാലോ, ചൂടെന്നൊക്കെ അറിയാലോ. അപ്പം സൺസ്ക്രീൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ ചെയ്ത പോലെ അവസാന സമയത്ത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കുന്നതിന് പകരം നേരത്തെ തന്നെ ഓർഡർ ചെയ്ത് വെക്കുക. അപ്പോൾ സൺസ്ക്രീൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ തീർന്നു. അപ്പോൾ ബേസിക്സ് ആണ്: ആദ്യം ഫേസ് വാഷ്, ദെൻ മോയ്സ്ചറൈസർ, ദെൻ ദ സൺസ്ക്രീൻ, ദെൻ ആഫ്റ്റർ ദാറ്റ് യു ഗൈസ് ആർ ഓൾ ഗുഡ് ടു ഗോ ഔട്ട്.